ഈ ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ച നിറങ്ങൾ യെല്ലോ ഓക്കർ, സ്കാർലറ്റ് ലാക്ക്, ബേൺസീന, പെർഷ്യൻ ബ്ലൂ, സാപ്പ് ഗ്രീൻ. ആദ്യമായി വാഷ് ചെയ്യുന്ന നിറങ്ങൾ: സ്കാർലറ്റ് ലാക്ക്, യെല്ലോ ഓക്കർ, വെള്ളത്തിൽ മിക്സ് ചെയ്തത്. ഹൈലൈറ്റ്, പേപ്പർ വൈറ്റ് നിലനിർത്തി ബാക്കി ഭാഗങ്ങളിൽ ഈ നിറം ഫസ്റ്റ് കോട്ടായി ചെയ്യുന്നു. ബേൺസീന, യെല്ലോ ഓക്കർ, വെള്ളത്തിൽ മിക്സ് ചെയ്തത്. ലൈറ്റ് ഭാഗങ്ങൾ ഒഴിച്ച് മറ്റ് മുഴുവൻ ഭാഗങ്ങളിലും ഈ നിറം അപ്ലൈ ചെയ്യുന്നു. ഈ ചിത്രത്തിൻ്റെ വലതുവശത്തായി ലൈറ്റ് ക്രമീകരിക്കുന്നു. ലൈറ്റ് ഭാഗങ്ങൾ നിലനിർത്തി ഷെയ്ഡ് ഭാഗങ്ങളിൽ കളറുകൾ നിറയ്ക്കുന്നു. ബ്രഷ് ജലത്തിൽ മുക്കി ലയിപ്പിക്കുന്നു. വളരെ ശ്രദ്ധയോടെ സാവകാശം ഈ ചിത്രം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 2 ഘട്ടങ്ങൾ കഴിഞ്ഞാൽ ഷെയ്ഡ് വശങ്ങൾ ശക്തിപ്പെടുത്താം. ബേൺസീനയിൽ അല്പം സാപ്പ് ഗ്രീൻ മിക്സ് ചെയ്തത്. ഷെയ്ഡ് വശങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അപ്ലൈ ചെയ്യുന്നു. ഹൈലൈറ്റ്, ലൈറ്റ്, ഹാഫ് ടോൺ നിലനിർത്തി മറ്റു ഭാഗങ്ങളിൽ ഈ ഷെയ്ഡ് നിറം അപ്ലൈ ചെയ്യുന്നത്. ഹൈലൈറ്റും ഹൈ ഷെയ്ഡും ലോഹപാത്രങ്ങളിൽ ചെയ്യുന്നത് പോലെ ശക്തമാക്കേണ്ടതില്ല. ഈ മൺപാത്രവും ഗ്ലാസും മണ്ണിൽ നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ സ്വഭാവ ഗുണം കിട്ടുന്നതിനായി ഹൈ ഷെയ്ഡുകളോ ഹൈ ലൈറ്റുകളോ റിഫ്ലക്ഷനുകളോ അതിശക്തമായി ആവശ്യമില്ല. ഗ്ലാസ് ചെയ്യുമ്പോഴും വലതുവശത്ത് ലൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നു. നിഴലുകൾ പെയിൻറ് ചെയ്യുന്നതിനായി ബേൺസീനയും പെർഷ്യൻ ബ്ലൂവും വെള്ളത്തിൽ മിക്സ് ചെയ്തത് അപ്ലൈ ചെയ്യുന്നു. നിഴലുകളും ശക്തിപ്പെടുത്തുന്നതിനായി ബേൺസീനയും സാപ്പ് ഗ്രീനും മിക്സ് ചെയ്തത് വീണ്ടും അപ്ലൈ ചെയ്യുന്നു. നിഴലുകളും ചെയ്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഭംഗിയാക്കുന്നതിനായി നിറം കൊടുക്കാവുന്നതാണ്. പെർഷ്യൻ ബ്ലൂവിൽ അല്പം സ്കാർലറ്റ് ലാക്ക് ചേർത്ത് വളരെ ലൈറ്റായി ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോഴും ലൈറ്റും ഷെയ്ഡും ക്രമീകരിക്കേണ്ടതുണ്ട്. പ്രതലത്തിൽ വീഴുന്ന നിഴലുകൾ ശക്തിപ്പെടുത്തുന്നു. ഹൈ ഷെയ്ഡുകൾ ശക്തിപ്പെടുത്തി വർക്ക് ഫിനിഷ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും അഭിപ്രായങ്ങളും നൽകി സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരും വരേക്കും ഗുഡ് ബൈ.